ചതിയൻ ചന്തുവിന്റെ കൊടുംക്രൂരതകളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യത്തിലേറെ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. 1989 മലയാള സിനിമയ്ക്ക് ലഭിച്ച വിഷു കൈനീട്ടത്തിന് 25 വയസ്സ് തികയുമ്പോഴും ചന്തുവും വടക്കൻ പാട്ടിന്റെ വേറിട്ട ആഖ്യാനവും ഒരു വീരഗാഥയായി തന്നെ മലയാളി മനസ്സിൽ തിടമ്പേറ്റി നിൽക്കുകയാണ്. MT വാസുദേവൻ നായർ എന്ന സർഗധനനായ ഒരു എഴുത്തുകാരന്റെ ചങ്കൂറ്റത്തിനും ഹരിഹരൻ എന്ന മഹാനായ ചലച്ചിത്രകാരന്റെ സമർപ്പണത്തിനുമുള്ള അംഗീകാരം കൂടിയാണ് ഈ ചിത്രം. വ്യാസന്റെ മൗനത്തിൽ നിന്നും ഭീമന്റെ രണ്ടാമുഴവും, പറയിപ്പറ്റ പന്തിരകുലത്തിന്റെ വാമൊഴി വഴക്കത്തിൽ നിന്ന് പെരുന്തച്ചിനെയും, മഹാഭാരതത്തിന്റെ എഴുതാപ്പുറങ്ങളിൽ നിന്നും വൈശാലിയെയും കണ്ടെടുത്ത MT എന്ന എഴുത്തുകാരന്റെ അന്വേഷണാത്മക സാഹിത്യം തന്നെയാണ് ഈ ചിത്രത്തെ കാൽനൂറ്റാണ്ടിനപ്പുറം കെടാത്ത ഓർമ്മയാക്കി മാറ്റുന്നതിന്റെ അടിസ്ഥാന കാരണവും. വീരനായകനെ സർവ്വഗുണങ്ങളുടെയും അലങ്കാരങ്ങൾ ചാർത്തി നൽകുമ്പോൾ എതിരാളിക്ക് ദുഷ്ടകഥാപാത്രമെന്ന കറുത്ത ചായക്കൂട്ട് പകർന്ന വാമൊഴി കഥകളുടെ പതിവ് രീതികളെ പുനരാഖ്യാനം ചെയ്യാൻ MT തയ്യാറായതാണ് ചന്തു എന്ന ചേകവന് പുതിയ മുഖം ലഭിക്കാൻ കാരണം. ഇന്നത്തെ ബോക്സിംഗ് റിങ്ങുകളിലെ വീരനായകന്മാരെ പോലെ വാൾക്കണയിലാണ് ചേകവന് ചോറെന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കുന്ന വടക്കൻ പാട്ടിലെ ചേകവ കുലത്തിന്റെ വീരഗാഥ MT ഹരിഹരൻ ടീമിന്റെ ഏറ്റവും മികച്ച ചിത്രമായി മാറുകയായിരുന്നു. ഉദയായുടെ വടക്കൻ പാട്ടുകളെ നിഷ്പ്രഭമാക്കുന്ന ഈ ചലച്ചിത്രകാവ്യം ചെമ്മീൻ പോലെ കാലമെത്ര കഴിഞ്ഞാലും തിളക്കം നഷ്ടമാകാത്ത അതുല്യ സൃഷ്ടിയായി നിലനിൽക്കുകയാണ്. മലയാളത്തിലെ ആദ്യ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഉണ്ണിയാർച്ചയുടെയും ആരോമിലിന്റെയും ചന്തുവിന്റെയും അരിങ്ങോടരുടെയും പുത്തുരം വീടിന്റെയുമെല്ലാം പാടിപ്പതിഞ്ഞ കഥകൾ വടക്കൻ വീരഗാഥയുടെ വരവോടെ വഴിമാറുകയായിരുന്നു. ഗുരുവായൂരടക്കമുള്ള ഇടങ്ങളിലായി ചിത്രീകരിച്ച സിനിമയ്ക്കായി മമ്മൂട്ടിയും സുരേഷ് ഗോപിയും മാധവിയുമെല്ലാം കളരി അഭ്യസിച്ചതും അന്നത്തെ ബിഗ് ബജറ്റ് ചിത്രം തിയേറ്ററുകളിൽ വീരഗാഥ രചിച്ചതും രവി ബോംബെയുടെ ഇനങ്ങൾ അനശ്വര ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതുമെല്ലാം ചരിത്രം. ചതിയൻ ചന്തു എന്ന കഥാപാത്രത്തിന് വേറിട്ട പ്രതിച്ഛായ നൽകിയ മമ്മൂട്ടി എന്ന മഹാനടന്റെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായി ഈ ചിത്രം മാറി. ചലച്ചിത്രത്തിനപ്പുറം തിരക്കഥാ സാഹിത്യത്തിന്റെ അപൂർവ ആഖ്യാനത്തിന്റെ സാക്ഷ്യപത്രം കൂടിയായി 25 വർഷത്തിനിപ്പുറം ഈ വിഷുക്കാലത്തും ഈ ചലച്ചിത്രം മലയാളി മനസ്സിലെ വീരഗാഥയായി ബാക്കി നിൽക്കുകയാണ്. പുതിയ കാലത്തിന്റെ പാണന്മാർക്ക് ഏറ്റുപാടാനുള്ള പുതിയ വീരഗാഥകളായി. മടങ്ങിപ്പോ. ആരോമലുടെ മകനും മരുമകനും ദാനം കിട്ടുമടങ്ങാൻ വന്നവരല്ല. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. മടങ്ങിപ്പോ. TCV ന്യൂസ്, തൃശൂർ.